കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലില് കാണാതായ മലയാളി ലോറി ഡ്രൈവര് അർജുനു വേണ്ടിയുള്ള തിരച്ചില് 13ാം ദിവസവും പുരോഗമിക്കുന്നു. ഗംഗാവലി പുഴയിലെ കൂടുതൽ സ്ഥലങ്ങളില് ഇന്ന് തിരച്ചില് നടത്തും. മത്സ്യത്തൊഴിലാളിയായ ഈശ്വര മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരച്ചില് നടത്തുന്നത്. പുഴയിലെ അടിയൊഴുക്ക് ശക്തമായി തുടരുന്നത് തിരച്ചിലിന് വെല്ലുവിളിയാണ്. തിരച്ചില് തുടരണോ വേണ്ടയോ എന്നതില് ഇന്ന് നിർണായക തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. ദൗത്യത്തിന്റെ പുരോഗതിയില് ജില്ലാ കളക്ടര് ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകും. ഉടുപ്പി അക്വമാന എന്ന് വിളിക്കുന്ന ഈശ്വര 9 തവണ ഡൈവിംഗ് നടത്തിയിട്ടും ട്രക്കിന് അടുത്തേക്ക് എത്താന് സാധിച്ചില്ല. ഒരു തവണ സുരക്ഷാ വടം പൊട്ടി ഒഴുക്കിൽപ്പെട്ട ഈശ്വറിനെ നാവികസേനയാണ് രക്ഷപ്പെടുത്തിയത്. വെള്ളത്തിനടിയിലെ പാറക്കല്ലുകളടക്കം തിരച്ചിലിനു വെല്ലുവിളിയായി. വെള്ളത്തിനടിയിലെ ചെളിയും മണ്ണും മരവും പ്രശ്നമാകുന്നുണ്ടെന്ന് കർവാര് MLA പറഞ്ഞു. ഈശ്വര ഡൈവിംഗ് നടത്തിയ പ്രദേശത്ത് മുള കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 3ാം തവണ നടത്തിയ ഡൈവില് ഈശ്വര മാൽപ്പ ഒഴുക്കിൽപ്പെട്ടു. ശരീരത്തില് കെട്ടിയിരുന്ന വടം പൊട്ടിയതാണ് അപകട കാരണം. നാവികസേന സുരക്ഷിതമായി ഈശ്വര മാൽപ്പയെ കരയ്ക്കെത്തിച്ചു. ലോഹ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്താണ് ഡൈവ് ചെയ്തത്. ലോറി പതിയെ ഒഴുകി നീങ്ങുന്നതായും കരുതുന്നുണ്ട്. 300 മീറ്ററോളം വീതിയുള്ള പുഴയുടെ മധ്യഭാഗത്താണ് ലോറിയെന്നാണ് ഇപ്പോൾ കരുതുന്നത്. ലോറിയിലെ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാന് തെർമൽ സ്കാനിംഗ് പരിശോധനയിൽ കഴിഞ്ഞിട്ടില്ല. നിലവില് പരിശോധന നടക്കുന്ന സ്ഥലത്ത് ലോറി പാറക്കഷ്ണങ്ങളുടെയും ചെളിയുടെയും ഇടയിലാണെന്നാണ് കരുതുന്നത്. ഇവിടെ ലോറി പകുതി തകർന്ന നിലയിലും ഡ്രൈവിംഗ് കാബിന് മുകളിലേക്ക് ഉയർന്ന നിലയിലുമാണെന്നാണ് നിഗമനം. ലോറിക്കരികില് എത്താനുള്ള നിലവിലെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടാല് പുഴയിലെ മണ്ണും ചെളിയും ട്രജർ ബാഡ്ജുകൾ ഉപയോഗിച്ച് നീക്കാനാണ് സാധിക്കുക. പക്ഷേ ഗോവ പോർട്ട് വഴിയുള്ള റൂട്ട് മഴ കാരണം അടച്ചിട്ടതിനാലും പുഴ വഴിയുള്ള ബോട്ട് ചാനലില് 2 പാലങ്ങൾ ഉള്ളതും മണ്ണ് നീക്കുന്ന ബാഡ്ജുകളെ എത്തിക്കാന് പ്രതിസന്ധിയാണ്. അർജുനു വേണ്ടിയുള്ള തിരച്ചിലിന് ഇറങ്ങിയത് സ്വന്തം റിസ്കിലാണെന്ന് ഈശ്വരപ്പ പ്രതികരിച്ചു. പുഴയുടെ അടിത്തട്ടിലെ കാഴ്ച വ്യക്തമല്ല. 12.6 നോട്ട് വരെയാണ് അടിയൊഴുക്ക്. തന്റെ ജീവന് താന് നോക്കിക്കൊള്ളാമെന്ന് ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ഒപ്പിട്ട് നൽകിയതിന് ശേഷമാണ് പുഴയിലിറങ്ങിയത്. അർജുന് അവിടെയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കൈകൊണ്ട് തൊട്ടുനോക്കിയാണ് പലതിലും തിരിച്ചറിയുന്നത്. തകരയുടെ ബ്ലേഡ് 2 തവണ ശരീരത്തില് തട്ടി. പുഴയുടെ അടിയില് വൈദ്യുതി കമ്പികളുണ്ട്. അത് മാറ്റി പരിശോധന നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകുന്നു. മന്ത്രി റിയാസ് പ്രതികൂല കാലാവസ്ഥ എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ടു പോകുന്നതിനോട് സംസ്ഥാന സർക്കാരിന് യോജിപ്പില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് പറഞ്ഞു. യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ മാറ്റുന്നതില് സംസ്ഥാനം അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോകുകയാണ്. മീറ്റിംഗില് ഒരു കാര്യം പറയുകയും പിറ്റേന്ന് അതിൽ നിന്നും പുറകോട്ട് പോകുന്നതും ശരിയല്ല. പാണ്ടോണ് കൊണ്ടുവരുന്ന കാര്യത്തില് വൈകിട്ട് എടുത്ത തീരുമാനം പിറ്റേന്ന് രാവിലെ മാറ്റി. അതില് വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. നിലവിലുള്ള കൂടുതൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം. നേവൽ ബേസിന് സംവിധാനത്തിലെ കൂടുതൽ സാധ്യതകളുണ്ട്. കർണാടക മന്ത്രിമാര് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യണം. രക്ഷാപ്രവർത്തനത്തിന്റെ വിവരങ്ങള് കുടുംബത്തെ അറിയിക്കണമെന്നും പക്ഷേ അങ്ങനെ ഉണ്ടാകുന്നില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു.